വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കണം. ഇപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യയിലെ ചുരങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കേരളത്തിൽ നമ്മൾ പഠിച്ചില്ലേ, പ്രധാനപ്പെട്ട കുറേയധികം ചുരങ്ങൾ, ഒരു ദിവസം പാലക്കാട് ചുരം, അങ്ങനെയുള്ള ചുരങ്ങളെ കുറിച്ച്, വയനാട് ചുരം അല്ലെ, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ചുരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉയരമേറിയ പർവ്വത നിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായിട്ടുള്ള വിടവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചുരങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ പർവ്വതങ്ങൾക്ക് കുറുകെ ക്ലേശം കൂടാതെ പർവ്വതങ്ങളൊക്കെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായിട്ടുള്ള വിടവുകളാണ് എന്ത്? ചുരങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ചുരങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഇംഗ്ലീഷിൽ പാസസ് എന്നാണ് വിളിക്കുക. പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ എന്നാണ് നമ്മൾ പറയുക അല്ലെ. അപ്പോ നമ്മളോട് ചോദിക്കാറുണ്ട്, ലാൻഡ് ഓഫ് പാസസ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ലാൻഡ് ഓഫ് പാസസ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ലഡാക്കിനെയാണ്. ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ലഡാക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻഡ് ഓഫ് പാസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉയരമേറിയ പർവ്വത നിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങള്. ലാൻഡ് ഓഫ് പാസസ് എന്ന് വിളിക്കുന്നത് ഏതാണ്? ലഡാക്കാണ് അല്ലെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചുരത്തിന്റെ പേരാണ് നാഥുല ചുരം. PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചുരത്തിന്റെ പേരാണ് നാഥുല ചുരം. എപ്പോഴും ചോദിക്കാറുണ്ട് നാഥുല ചുരം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നാഥുല ചുരം സിക്കിമിലാണ്. ആദ്യം തന്നെ നമ്മൾ എവിടെയാണ് എന്ന് ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം. പിന്നെ അത് ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. അപ്പൊ നാഥുല ചുരം സിക്കിമിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നതും ഏതിനെ തന്നെയാണ്? നാഥുല ചുരത്തിനെ തന്നെയാണ് സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നു. ഈ കൈലാസ തീർത്ഥാടനത്തിനൊക്കെ ആയിട്ട് നമ്മൾ ആൾക്കാർ പോകൂലേ കൈലാസത്തിലേക്ക് തീർത്ഥാടനത്തിനായിട്ട്. അപ്പൊ കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലെത്താൻ സഹായിക്കുന്ന ചുരമാണ് നാഥുല ചുരം. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ പഠിച്ചേ? ലാൻഡ് ഓഫ് പാസസ് ലഡാക്കാണ്. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചു നാഥുല ചുരം. നാഥുല ചുരം സിക്കിമിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നതാണ്. കൈലാസ തീർത്ഥാടനത്തിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ഇനി അടുത്ത ചുരം രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നു ഷിപ്കില ചുരം. എന്താണ് ഷിപ്കില ചുരം? ഷിപ്കില ചുരം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഇനി ഈ ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. കൂടാതെ ഇത് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ്. സത്ലജ് താഴ്വരയിലാണ് ഏത് ചുരം സ്ഥിതി ചെയ്യുന്നത്? ഷിപ്കില ചുരം. അപ്പൊ പറഞ്ഞേ, ഷിപ്കില ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. സത്ലജ് താഴ്വരയിലാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലാൻഡ് ഓഫ് പാസസ് ലഡാക്കാണ്. നാഥുല ചുരം സിക്കിമിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നാഥുല ചുരമാണ്. കൈലാസ തീർത്ഥാടനത്തിന് നമ്മൾ ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം നാഥുല ചുരമാണ്. അടുത്ത നമ്മൾ പറഞ്ഞു ഷിപ്കില ചുരം. അത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. സത്ലജ് താഴ്വരയിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചുരത്തിന്റെ പേര് സോജില ചുരം എന്നാണ്. ചുരം സോജില ചുരമാണ്. സോജില ചുരം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഇനി എന്താണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ
തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജില ചുരം. ഇനി അടുത്തത് ബനിഹാൽ ചുരം. അടുത്തത് ഏതാണ്? ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരവും ബനിഹാൽ ആണ് ബനിഹാൽ ചുരം. അതും ജമ്മു കാശ്മീരിലാണ്. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഏതാണ്? ബനിഹാൽ ചുരം. ഇനി ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജില ചുരം എന്ന് അറിയപ്പെടുന്നത്. ഇനി ബനിഹൽ ചുരം കഴിഞ്ഞാൽ അടുത്ത ചുരം ഗാർഡുംഗ്ല. ഗാർഡുൻ ഗാർഡുൻ ഗാർഡുൻഗ്ല. കണ്ടോ? ഗാർഡുൻഗ്ല ചുരം. ഗാർഡുൻഗ്ല ചുരം എവിടെയാണ്? ലഡാക്കിലാണ്. ഗാർഡുൻഗ്ല ചുരം ലഡാക്കിലാണ്. ലേയെയും അതുപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേസിയറിനെയും സിയാച്ചിൻ ഗ്ലേസിയർ ലേനെയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇത്രയൊന്ന് പഠിച്ചേ. നാഥുല ചുരം സിക്കിം, ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ്, സോജില ബനിഹാൽ ചുരങ്ങൾ ജമ്മു കാശ്മീർ, ഗാർഡുംഗ്ല ഏതാണ്? ലഡാക്കിലാണ്. ഗാർഡുംഗ്ല ലഡാക്ക്, ബനിഹാൽ സോജില ജമ്മു കാശ്മീർ, ഷിപ്കില ഹിമാചൽ പ്രദേശ്, നാഥുല സിക്കിം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാഥുല. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഷിപ്കില. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജില. ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബനിഹല. ലേയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഗാർദുംഗ്ല. ഗാർദുംഗ്ല ലഡാക്ക്, സോജില ബനിഹൽ ജമ്മു കാശ്മീർ, ഷിപ്കില ഹിമാചൽ പ്രദേശ്, നാഥുല സിക്കിം. സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു സിക്കിം. സത്ലജ് താഴ്വരയിൽ കാണപ്പെടുന്നു ഷിപ്കില. സിൽക്ക് റൂട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നാഥുല ചുരം. സത്ലജ് താഴ്വരയിൽ കാണപ്പെടുന്ന ചുരം ഷിപ്കില ചുരം. കൈലാസ തീർത്ഥാടനത്തിന് ഉപയോഗിക്കുന്ന ചുരം നാഥുല ചുരം. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റോഹ്താങ് ചുരം. അടുത്തത് റോഹ്താങ് കേട്ടോ. അടുത്ത ചുരത്തിന്റെ പേര് റോഹ്താങ് ചുരം എന്നാണ്. റോഹ്താങ് ചുരം എവിടെ തന്നെയാണ്? ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുന്ന മറ്റൊരു ചുരമാണ് റോഹ്താങ് ചുരം. ഇത് കുളു, അത് ഹിമാചൽ പ്രദേശിലെ കുളു, അതുപോലെ തന്നെ ലാഹുൽ എന്നീ സ്ഥലങ്ങളെ സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. ഏതുമായിട്ട്? സിപ്തി താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കുളു, ലാഹുൽ എന്നീ പ്രദേശങ്ങളെ സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. റോഹ്താങ് ചുരം എവിടെയാണ്? ഹിമാചലിലാണ്. അടുത്തത് ബരാലാച്ച. എന്താണ്? ബരാലാച്ച ചുരം. ബരാലാച്ച ചുരവും ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ബരാലാച്ച ഹിമാചൽ പ്രദേശ്. ലാഹുൽ ലഡാക്ക് എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ലാഹുൽ ലഡാക്ക് എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ഏതാ? ബലാച്ച. ബലാച്ചയല്ല, ബരാലാച്ച. ബരാലാച്ച ചുരം ഹിമാചൽ പ്രദേശിലാണ്. ലാഹുലിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിക്കുന്നു. ഇനി ജലപ്ല ചുരം. എന്താണ് അടുത്ത ചുരത്തിന്റെ പേര്? ജലപ്ല ചുരം എവിടെയാണ്? സിക്കിമാണ്. ജലപ്ല ചുരം സിക്കിമിലാണ്. എന്തിനെ? സിക്കിമിനെയും ലാസയെയും ബന്ധിപ്പിക്കുന്നു. സിക്കിമിനെയും ടിബറ്റിലെ ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ജലപ്ല. സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ജലപ്ല. ഇനി അടുത്തത് ലിപ്പുലേഖ്. ലിപ്പുലേഖ് എന്ന ചുരം ഉത്തരാഖണ്ഡിലാണ്. ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡിലാണ്. ലിപ്പുലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിപ്പുലേഖ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിപ്പുലേഖ്. അതുപോലെ തന്നെ എന്താണ്? ജൽപ്ല അല്ലെ, സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബരാലാച്ച ലാഹുലിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. റോഹ്താങ്, കുളു, ലാഹുൽ തുടങ്ങിയവയെ സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ഹിമാചൽ പ്രദേശ്, ബരാലാച്ച ഹിമാചൽ പ്രദേശ്, ജലപ്ല സിക്കിം, ലിപ്പുലേഖ് ഉത്തരാഖണ്ഡ്.
ഇനി അടുത്തത് ബോംഡില ചുരം. അടുത്ത ചുരത്തിന്റെ പേര് ബോംഡില ചുരം എന്നാണ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശിലാണ്. ബോംഡില ചുരം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. അരുണാചലിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു ബോംഡില ചുരം. അപ്പൊ ബോംഡില ചുരം അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. അടുത്ത ചുരത്തിന്റെ പേര് ദിഹാങ് ചുരം എന്നാണ്. ദിഹാങ് ചുരവും അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിനെ മാൻഡലയുമായി ബന്ധിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിനെ മാൻഡലയുമായി ബന്ധിപ്പിക്കുന്നു ദിഹാങ് ചുരം. അപ്പൊ ഇത്രയാണ്. ഇനി പാലക്കാട് അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതിവിടെ പറയണില്ല. അപ്പൊ ദിഹാങ് ചുരം അരുണാചൽ പ്രദേശ്, ബോംഡില ചുരം അരുണാചൽ പ്രദേശ്, ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡ്, ജലപുല ചുരം സിക്കിം, ബരാലാച്ച ചുരം ഹിമാചൽ പ്രദേശ്, റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശ്. റോഹ്താങ്, കുളു, ലാഹുൽ തുടങ്ങിയവയെ സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. ബരാലാച്ച ലാഹുലിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ജലപുല സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. ലിപ്പുലേഖ് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ബോധില അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ദിഹാങ് അരുണാചൽ പ്രദേശിനെ മാൻഡലയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ ദിഹാങ് അരുണാചൽ പ്രദേശിനെ മാൻഡലയുമായും, ബോംഡില അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായും, ലിപ്പുലേഖ് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായും, ജലപ്ല സിക്കിമിനെ ലാസയുമായും, ബരാലാച്ച ലാഹുലിനെ ലഡാക്കുമായും, റോഹ്താങ്, കുളു, ലാഹുൽ തുടങ്ങിയ സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ഹിമാചൽ പ്രദേശ്, ബരാലാച്ച ഹിമാചൽ പ്രദേശ്, ജലപ്ല സിക്കിം, ലിപ്പുലേഖ് ഉത്തരാഖണ്ഡ്, ബോംഡില അരുണാചൽ പ്രദേശ്, ദിഹാങ് അരുണാചൽ പ്രദേശ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാന ചുരങ്ങളും ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോ പഠിച്ചു തീർന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഇങ്ങനെ ഇടയിൽ പഠിപ്പിക്കാനുള്ള കാരണം ഇന്നിപ്പോ ഒരു നവോത്ഥാന നായകൻ, ഒരു ജില്ല, ഒരു സംസ്ഥാനം, മൂന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ പഠിക്കുമ്പോൾ ചെറിയ ടോപ്പിക്ക് പഠിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ 3 ഗ്രഹങ്ങളാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഒരു 10-15 അല്ലെങ്കിൽ മാക്സിമം ഒരു 20 കറണ്ട് അഫയേഴ്സും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പൊ സയൻസ് ഒരു ഭാഗത്തൊക്കെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ആസ്ട്രോണമി ഏകദേശം പഠിച്ച് തീരാറായിട്ട് ഇനി നമ്മൾ മാത്സിലേക്ക് കിടക്കും. ബയോളജി ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം നല്ല രീതിയിൽ പോർഷൻസ് ഒക്കെ നമ്മുടെ തീർന്നു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. 60 ദിവസമായി നമ്മളിന്ന് ക്ലാസ് തുടങ്ങിയിട്ട്. ഇനി 40 ദിവസം കൂടെ ബാക്കിയുണ്ട്. 40 ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗി, ഒരു മാസത്തിനേക്കാൾ കൂടുതലുണ്ട് അല്ലെ, ഭംഗിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ.